രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിന് വേണ്ട അവസാനവട്ട ഒരുക്കങ്ങളിൽ തകൃതിയായി മുഴുകിയിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. അദ്ദേഹം ആ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ശ്രീ കെ എൻ ബാലഗോപാൽ, 3 തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനെ 3നെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ബജറ്റ്. അവിടെ ഈ ജനക്ഷേമ പദ്ധതികൾക്ക് തന്നെ ആയിരിക്കുമോ പ്രാധാന്യം കൊടുക്കുക? ജനക്ഷേമ പദ്ധതികൾക്ക് തന്നെയാണ് ഏത് സമയത്തും ഗവൺമെന്റ് LDF ഗവൺമെന്റ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ആ ജനക്ഷേമവും വികസനവും രണ്ടും ജനക്ഷേമമാണ്. സാധാരണ നമ്മളെല്ലാം പറയാറുണ്ട് ജനക്ഷേമത്തിനും വികസനത്തിനും ഊന്നൽ കൊടുക്കുന്നു. വികസനം നല്ലതുപോലെ ഉണ്ടായി കൂടുതൽ തൊഴിലവസരങ്ങളും ആളുകളുടെ കയ്യിൽ പണവും അവർക്ക് വരുമാനവും ഉണ്ടായില്ലെങ്കിൽ ജനക്ഷേമം ഉണ്ടാവില്ല. ജനക്ഷേമം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മഹാഭൂരിപക്ഷം വരുന്ന ആൾക്ക് അവരുടെ തൊഴിലും വരുമാനമാണ്. കുറച്ച് ആളുകൾക്ക് നമ്മൾ പ്രത്യേക സഹായം കൊടുക്കേണ്ടി വരും. വളരെ പ്രായമായവർ, വരുമാനം തീരെയില്ലാത്തവർ, അതിദരിദ്രർ, പിന്നെ പ്രത്യേക സഹായം കിട്ടുന്നത് വലിയ തോതിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ആശുപത്രി ചികിത്സ അല്ലെങ്കിൽ മറ്റ് സൗജന്യങ്ങൾ, പെൻഷൻ. അപ്പൊ ഇത് രണ്ടും ചേർന്ന് തന്നെയായിരിക്കും. ഇടതുപക്ഷം തന്നെ മറ്റു കക്ഷികളിൽ നിന്നുള്ള വ്യത്യാസം ഇടതുപക്ഷത്തിന്റെ അതാണ്. ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ ഇടയിലും ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ കാണിച്ച ഒരു ജാഗ്രതയാണ് സത്യം പറഞ്ഞാൽ രണ്ടാമതൊരു സർക്കാരിന് തിരിച്ചുവരവിന് വരെ വഴിവെച്ചത്. അവിടെ ഈ തുക 1600 കൂട്ടുന്ന കാര്യം വല്ലതും പരിഗണനയിലുണ്ടോ? ഇപ്പോഴത്തെ ഒന്നാമത്തെ പരിഗണന ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാരിന് ഉണ്ടായിരുന്നതിനേക്കാളും വ്യത്യസ്തമായി രണ്ടാം പിണറായി സർക്കാർ നേരിട്ട പ്രശ്നം നമുക്ക് ഏകദേശം ഒരു 50,000 കോടി രൂപയിലധികം ഒരു വർഷം വെട്ടിക്കുറയ്ക്കപ്പെട്ടു. കണക്കുകൾ ഞാൻ പലപ്പോഴും ആവർത്തിച്ചതാണ്, നിയമസഭ പറഞ്ഞാണ്, തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ അത് അത്രയും പണം വെട്ടിക്കുറച്ചത് ഇവരിങ്ങനെ ആദ്യമായിട്ട് കേരളത്തിൽ രണ്ടാമതൊരു ഗവൺമെന്റ് വരുന്നത് തുടർന്ന്. അപ്പൊ ഇത് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായ എതിർപ്പുണ്ട്. അത് പ്രധാനമായും BJPയുടെയും UDF സാധാരണഗതി പ്രതിപക്ഷം എന്ന നിലയിൽ അവരുടെ എതിർപ്പുണ്ട്. ആ എതിർപ്പിനിടയിൽ BJP ഗവൺമെന്റ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാവരുടെയും പണം വെട്ടിക്കുറയ്ക്കുക ചെയ്ത് അത് ആർബിട്രറി ആയിട്ടുള്ള നടപടിക്രമം ഉണ്ടെന്നുള്ളത് നിരന്തര വിമർശനം വരികയാണ്. ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല നേരത്തെ. ഈ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മളിപ്പോ കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഒരു വർഷം 12,000 കോടി രൂപ അവരുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ തടഞ്ഞതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് കുറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ വരുന്നൊരു സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് നിലനിർത്തിയെന്ന് മാത്രമല്ല, ശമ്പള പരിഷ്കരണം ആ ഗവൺമെന്റിന്റെ സമയത്ത് അനൗൺസ് ചെയ്തത് ലാസ്റ്റ് മാസം. ഈ ഗവൺമെന്റിന്റെ ആദ്യ മാസം തൊട്ട് തന്നെ ആ 20,000 കോടി ഒരു വർഷം അധികം വരുന്നത് കൊടുക്കേണ്ടി വന്നു. ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഇതെല്ലാം കൊടുക്കേണ്ടി വന്നത് കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ അത് അല്പം കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട് സ്ഥിതി. അതുകൊണ്ട് ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം മറ്റു കാര്യങ്ങൾ. അങ്ങ് ഈ കിഫ്ബിയെ പറ്റി പരാമർശിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ കിഫ്ബി വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ, പ്രത്യേകിച്ച് ഈ റോഡ് നിർമ്മാണം അടക്കം, അവിടെ ഈ 50 കോടിക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് തിരിച്ച് ആ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി അത് പരിഗണനയിലുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോള് അത് കൊണ്ടുവരുമോ? ടോള്, ഈ കിഫ്ബി പദ്ധതികൾക്ക് ടോളോ അങ്ങനെ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ഇല്ല, ഇപ്പോ ഇതിനെ സംബന്ധിച്ച് തീരുമാനം ഫൈനലായിട്ട് എടുത്തിട്ടില്ല. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു. അതേസമയം കിഫ്ബിയുടെ കൺസെപ്റ്റ് എന്താ? കിഫ്ബി ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ വർഷങ്ങൾ കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കുക. അതിനകത്ത് ഒരു ഭാഗം നമ്മൾ ഇപ്പൊ ആശുപത്രി പണിയുന്നു, സ്കൂൾ പണിയുന്നു, ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. അതേസമയം കൊമേഴ്സ്യലി വയബിളായ റിട്ടേൺ കിട്ടുന്ന പരിപാടികൾ വേണം. അങ്ങനെയാണെങ്കിലേ ഈ എടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റും. ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ട് കുറച്ചുണ്ട്, പക്ഷെ ബാക്കി മഹാഭൂരിപക്ഷം ലോണാണ്. ഇത് തിരിച്ചടയ്ക്കുന്ന റവന്യൂ മോഡലുകൾ വേണം. ആ റവന്യൂ മോഡലുകൾ നേരത്തെ കിഫ്ബിയുടെ ചിന്തയിലുള്ളതാണ്. പക്ഷെ അത് ഇപ്പൊ എങ്ങനെയാണ് ടോള്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. ഇപ്പൊ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയ കുറെ പരിപാടികളുണ്ട്. ഈ ടോൾ എന്ന് പറയുന്നത് ഒരു ഇടത് നയത്തിന്റെ പ്രശ്നമൊന്നും അതിനകത്തില്ല. കാരണം നയത്തിന്റെ പ്രശ്നം ഒന്നും അതിനകത്ത് തടസ്സമില്ല. പക്ഷെ നമ്മള് നാട്ടിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തും കൊടുക്കുന്ന സേവനത്തിന് ഒരു ബില്ലും കൊടുക്കരുതെന്നുള്ള സമീപനം ഇടതുപക്ഷത്തിനില്ല. അതെന്തോ തെറ്റിദ്ധാരണ താങ്കൾക്ക് വന്നിട്ടുള്ളതാണ്. ഇടതു നയത്തിൽ ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കാൻ പാടില്ല, കടയിൽ കയറിയാൽ ബില്ല് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ഇടതുപക്ഷ നയമല്ല. ഏറ്റവും പരിഗണന അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം. പക്ഷെ ഇപ്പോൾ ഇത് സംബന്ധിച്ച് വരുന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല. അതിന്റെ ഒരു ഫൈനലായ ഒരു ധാരണയിലേക്കും പോയിട്ടില്ല. അത് സംബന്ധിച്ചുള്ള ചില സ്റ്റഡികൾ നടക്കുന്നുണ്ട്. കിഫ്ബി ആക്ട് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ റവന്യൂ ജനറേറ്റിംഗ് എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നമ്മൾ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഉൾപ്പെടെ എല്ലാം നമ്മൾ പറയുന്നത് ഞങ്ങൾ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള സ്കീമുകളാണ് നടത്തുന്നത്, കിഫ്ബി അല്ലാതെ അവരുടെ ആരോപണം എന്താ? ഈ CANDAGയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും റിപ്പോർട്ടിൽ പറയുന്നത് കിഫ്ബി വരുമാനം ഉണ്ടാക്കുന്നില്ല, റിട്ടേൺ ഉണ്ടാക്കുന്നില്ല. അങ്ങനത്തെ സ്ഥലത്ത് ഇനി ഇവർ പ്രവർത്തിക്കാൻ അനുവദിക്കാൻ പറ്റില്ല എന്നാ. അപ്പൊ പ്രവർത്തിക്കാതിരിക്കണോ? അവിടെയാണ് എങ്ങനെ ഈ റവന്യൂ ജനറേഷൻ ഇപ്പൊ തന്നെ ഒരു തിയേറ്റർ കോംപ്ലക്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ചിത്രാഞ്ജലിക്ക്.
ആ തിയേറ്റർ കോംപ്ലക്സിന് പണം നമ്മൾ കൊടുക്കുന്നത് വളരെ പലിശ കുറച്ച് കൊടുക്കും. പക്ഷേ മറ്റുള്ളവരുടെ കണ്ടീഷനേക്കാളും മെച്ചപ്പെട്ട കണ്ടീഷനായിരിക്കും നമ്മൾ കൊടുക്കുക. ദീർഘകാലാടിസ്ഥാനത്തിൽ തിരിച്ചടക്കണം. IT പാർക്ക് ഇപ്പം തന്നെ പണിഞ്ഞിട്ടുണ്ട്. IT പാർക്ക് പിന്നെ വാടക കൊടുക്കുന്നതല്ലേ, അതിൽ നിന്ന് റിട്ടേൺ കിട്ടും. അപ്പൊ ഈ കിഫ്ബിയുടെ റവന്യൂ മോഡലുകൾ ഉണ്ട് നേരത്തെ. ആ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളായിരുന്നു. അത് കൂടുതൽ മെച്ചപ്പെടുത്തിയാലേ കിഫ്ബിയുടെ വർക്ക് പോകും. ഇതല്ലാതെ ഇടതുപക്ഷത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ IT പാർക്കിൽ വരുന്ന മുഴുവൻ IT വ്യവസായികൾക്കും ഫ്രീ ആയിരിക്കണം എന്ന കൺസെപ്റ്റ് ഇല്ല. ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം, സമാനതകളില്ലാത്ത ദുരന്തം, അതിനെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾക്ക് ശേഷം പ്രഖ്യാപിക്കുന്നു. ഈ വയനാടിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ബജറ്റിലുണ്ടാവും. വയനാടിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പാക്കേജ് ഇപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് അതിന്റെ ഒരു നടപടിക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ വയനാട് പാക്കേജിന് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ അത് അവിടുത്തെ ആളുകളെ അവിടെ തന്നെ താമസിക്കാനും ആ വയനാടിന്റെ ഉണ്ടായ ക്ഷീണം മാറ്റാനും പറ്റുന്ന തരത്തിലുള്ള പാക്കേജും പ്രവർത്തനങ്ങളും ഉണ്ടാവും. നമ്മുടെ 2.5 ലക്ഷം കോടിയിലധികമായിരുന്നു കഴിഞ്ഞ CAG റിപ്പോർട്ടിൽ പരാമർശിച്ചത് നമ്മുടെ പൊതുകടം. അതിൽ തന്നെ 2018 2023 ഇടയിൽ ഏതാണ്ട് 98,271 കോടി രൂപ പൊതുകടം വർദ്ധിച്ചെന്നാണ് പറയുന്നത്. ആ ഒരു പശ്ചാത്തലം ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ പേരിലുണ്ടായ ചെലവാണോ, അതിനപ്പുറത്തേക്ക് മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി കടമെടുക്കേണ്ടി വന്നത് മൂലമുണ്ടായ ഒരു ബാധ്യതയാണോ? ഒന്നാമത്തെ കാര്യം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും സമയം കടം വർദ്ധിക്കാത്ത അല്ലെങ്കിൽ കടം പിടിച്ചു നിർത്തിയൊരു സമയമില്ല. അത് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടൊന്നും മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. 3.5% കടമെടുക്കാവുന്ന സമയത്ത് 2.44% എടുത്തു അനുവദിച്ചുള്ളൂ കഴിഞ്ഞ വർഷവും 2.9 അങ്ങനെ കുറച്ചേ അനുവദിച്ചുള്ളൂ. അതിന് കാരണം കിഫ്ബി എടുത്തു എന്ന് പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുന്നതാണ്, പെൻഷൻ കമ്പനി എടുത്തു എന്ന് പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുന്നതാണ്. അപ്പൊ നേരത്തെ ഉള്ള കണക്കനുസരിച്ചാണെങ്കിൽ 2.44 പകരം 3.5 കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഒരു 14,000 കോടി അധികം കിട്ടേണ്ടതാണ്. അപ്പൊ ആ കടമൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് നമ്മുടെ പ്രവർത്തനത്തെ ഇവിടെ ബാധിച്ചിട്ടുണ്ട്. കടമെടുക്കുന്നത് മുഴുവൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ പൂർണ്ണമായും അവർ പറയുന്ന പോലെയല്ല. പക്ഷേ നമ്മൾ ആ കടമെടുക്കുന്ന തുകയെക്കാളും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. കണക്കുകൾ വിശദമായിട്ട് നിങ്ങൾ ഇപ്പം പാർലമെന്റ് അസംബ്ലി വരുമ്പോൾ നോക്കിക്കോളൂ. അത് അപ്പം നമ്മളെടുക്കുന്ന കടം നാടിന് പുരോഗതിക്കല്ലാതെ ഉപയോഗിക്കുന്നില്ല. കാരണം ഇതെല്ലാം കൃത്യമായ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കടത്തിന്റെ കാര്യത്തിനകത്ത് വർധനയുണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഞങ്ങള് ചുമതല ഏറ്റെടുക്കുമ്പോൾ 38% വരെ ഉണ്ടായിരുന്നു. കോവിഡ് കാരണമാണ് വലിയ പ്രതിസന്ധി സമയത്ത് കടം കൂടുതൽ എടുക്കേണ്ടി വന്നു. 38% നമ്മുടെ GSDPയുടെ സംസ്ഥാന വരുമാനത്തിന്റെ 38% കടമുണ്ടായിരുന്നു. അതിപ്പോ 34 താഴെയായിട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ 34 കുറഞ്ഞു. അപ്പോൾ 4% കുറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കൂട്ടിയ ഇപ്പോഴത്തെ 12,000 13,000 കോടി ഉണ്ടെങ്കിൽ 13, 26, 52,000 കോടിയും കൂടി ഉണ്ടായിരുന്നത് ഈ സമയത്ത് കുറച്ചു. അതൊരു റെക്കോർഡാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം ഈ CAG റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം, സർക്കാരിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കടമെടുക്കുന്ന ഒരു പ്രവണത മാറ്റി അതിനപ്പുറത്തേക്ക് ജനകീയ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ്. അത് കൃത്യമായി ഈ ബജറ്റിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ബജറ്റിലും നേരത്തെ നമ്മുടെ ഒരു സമീപനം നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടി കൂടുതൽ പണം വെക്കുക എന്നുള്ളതാണ്. അവിടെയാണല്ലോ ഇത്രയേറെ റോഡും പാലവും സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഒരു ലോകത്തെ ഏറ്റവും വലിയ തുറമുഖവും ഒക്കെ വേറെ എവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് ആണല്ലോ മുഴുവൻ പണം കൊടുക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയൊരു തുറമുഖം ഒരു സംസ്ഥാനം, അതിനകത്തൊരു PPP പാർട്ണറുണ്ട്. അവരുടെ ചെലവ് അവർ മുടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആദ്യഘട്ടത്തിൽ 8,500 2,000 കോടിയാണ്. ബാക്കി മുഴുവൻ സംസ്ഥാന ഗവൺമെന്റാണ് ചെയ്യുന്നത്. അതെല്ലാം ചെയ്യാൻ ത്രാണി കാണിച്ച് ഉത്തരവാദിത്തം കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് മൂലധന നിക്ഷേപം നടത്തിയില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഈ വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇത്രയും ജനകീയ പദ്ധതികൾ ഈ ഒരു അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഉറപ്പാക്കാൻ കഴിയും, അത് നടപ്പിലാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അങ്ങേക്കും? പരമാവധി ജനകീയമായ കാര്യങ്ങൾ തന്നെ നടപ്പിലാക്കുകയാണ്. അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്, പ്രഖ്യാപിക്കുക മാത്രമല്ല. ഇപ്പൊ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നാം പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറെ പ്രഖ്യാപനം നടത്തിയിട്ട് പോവല്ല ചെയ്തത്. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അത് വലിയ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുക ചെയ്തത്. സാധാരണ കേരളത്തിലെ ചിത്രം എന്താ, ഒരു സർക്കാർ കഴിയും, അവർ കുറെ പ്രഖ്യാപിക്കും, അടുത്ത സർക്കാർ വരുമ്പോൾ പഴയതിനോട് എല്ലാം നടക്കില്ല. അപ്പോൾ ഒരു ധവളപത്രം ഇറക്കും. ധവളപത്രം ഇറക്കിയിട്ട് ശ്രീ A.K. ആന്റണി മുഖ്യമന്ത്രിയായി വന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ ഓർമ്മയുണ്ടാവല്ലോ, വിമാനത്തിന് ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ തരത്തിലാണ് പലപ്പോഴും ഗവൺമെന്റുകളുടെ തുടർച്ച. ഇവിടെ അങ്ങനല്ല. ഒന്നാം പിണറായി സർക്കാർ വളരെ വലിയ മെഗാ പരിപാടികളാണ്. ശമ്പള പരിഷ്കരണം വലിയ തോതിൽ നടത്തി, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം ചെയ്തൊരു ഗവൺമെന്റ് തുടർന്ന് ഈ ഗവൺമെന്റ് തന്നെ വന്നില്ലായിരുന്നെങ്കിൽ ആദ്യമേ UDF അന്ന് പറഞ്ഞതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലം കഴിഞ്ഞിട്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വരുവാണെങ്കിൽ ഇതൊക്കെ നിയന്ത്രിക്കും, കാരണം ഇതൊക്കെ വലിയ അധിക ചെലവുണ്ടാക്കി അടുത്തു വരുന്ന ഗവൺമെന്റിനെ തകർക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ
ഈ ഗവൺമെന്റ് തന്നെ വന്നതുകൊണ്ടാണ് ഇതെല്ലാം ഗ്യാരണ്ടിയായി നടന്നത്. അതുകൊണ്ട് എല്ലാം നടത്താൻ തന്നെയാണ് ഈ ഗവൺമെന്റ് പറയുന്നത്. നടക്കാവുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ഓക്കെ, അവസാനം ഒരു ചോദ്യം, അൺഒഫീഷ്യലായ ഒരു കാര്യം. താങ്കൾ ഈ രണ്ടാം പിണറായി സർക്കാരിൽ ധനകാര്യമന്ത്രിയാകുന്നു. ഈ ബജറ്റ് തയ്യാറാക്കുന്നതിനിടയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധി എല്ലാ വർഷവും ഉണ്ടാകുന്നു. താങ്കൾക്ക് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കിയത് ഈ ഏത് തവണ ബജറ്റ് തയ്യാറാക്കുമ്പോഴാണ്? അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാ സമയത്തും ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. ബജറ്റ് ഉണ്ടാവുമ്പോഴല്ല, അതിനിടയ്ക്ക് സമ്മർദ്ദം ഉണ്ടാവും. അതുകൊണ്ട് ഏത് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴും ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടായെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഉണ്ടാവുന്ന സമ്മർദ്ദമായിരിക്കും ചിലപ്പോൾ ഏറ്റവും പ്രധാനം. ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതത്ര പ്രശ്നമില്ലായിരുന്നല്ലോ, നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഏത് കാര്യം വരുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് നമുക്ക് സമ്മർദ്ദം ഉണ്ടാക്കും. അത് സമ്മർദ്ദം ഉണ്ടാകാതെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. സമ്മർദ്ദം നമ്മളെ ബാധിക്കരുത്, തീരുമാനത്തെ ബാധിക്കരുതെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഈ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് എങ്ങനെ നേരിടും എന്നുള്ളൊരു സംഘർഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ ആശംസകളും ഒരു ജനകീയ ബജറ്റിനായി ഞങ്ങളും കാത്തിരിക്കുന്നു. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.